നമസ്കാരം. ഞാൻ പൊതുവേ ഓൺ വോയിസോ അല്ലെങ്കിൽ ലൈവോ ഒന്നും അധികം വരാത്തൊരു വ്യക്തിയാണ്. എന്നിട്ടും എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഓൺ വോയിസ് ചെയ്യിപ്പിച്ച മഹത് വ്യക്തിക്ക് ഞാനിപ്പോൾ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഞാനിവിടെ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ പറയുമ്പോൾ. ശ്രദ്ധിച്ചിരിക്കണേ. അതായത് നമ്മൾ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്യുവാണ്, ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഹസ്ബൻഡ് ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വിസ എന്താ, ഹസ്ബൻഡ് വിസ. അപ്പോൾ നമുക്ക് ഈ ഹസ്ബൻഡ് വിസ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന ഒരു ധൈര്യത്തിൽ എൻ്റെ കുടുംബക്കാരോ ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരോ ഒന്നും എനിക്ക് ഇവിടെ ഒരു ജോലി എടുത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടണം, അതുപോലെ തന്നെ എൻ്റെ സമയം തെളിഞ്ഞു വരണം, എനിക്ക് ഒരു ഇന്റർവ്യൂ കോൾ വരാനോ അല്ലെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാനോ ഒക്കെ പറ്റുക എന്നുള്ളത്. സോ അപ്പൊ ഇത് നമ്മൾ ഇവിടെ ജോലി കിട്ടിയവർക്ക് ജോലി കിട്ടാതെ ഇവിടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഒരു വല്ലാത്ത ചൊറിച്ചിലുണ്ട്. അത് മെയിനായിട്ടും വരുന്നത് എവിടെയാണെന്ന് അറിയാവോ, നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്കാണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് വേറെ ഇവിടെ ഒത്തിരി പേരുമായിട്ട് സംസാരിക്കുമ്പോഴൊന്നും അവരിലൊന്നും ഞാൻ ആ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അവരെന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കാരണവും ആരും അവിടെ ഞാൻ ജോലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങ് പോരെ എന്നും പറഞ്ഞല്ല എന്നെ വിളിച്ചത്. ഞാൻ ഇവിടെ ഹസ്ബൻഡ് വിസയിൽ വന്നു എന്നും വെച്ചുകൊണ്ട് എനിക്ക് ജോലി കിട്ടണമെന്നുമില്ല. എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഞാൻ ക്വാളിഫൈഡ് ആണ്. കറങ്ങി തിരിഞ്ഞ് പറഞ്ഞു വരുവാണെങ്കിൽ MA BEd ഉള്ള ഒരു ടീച്ചർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾക്ക് നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിട്ട് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻസും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഉണ്ടാകും. സോ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയെങ്കിലും ജോബ് ശരിയാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മുടെ സമയം തെളിയും. സമയം തെളിയാതൊന്നും ഇരിക്കത്തില്ല, കിട്ടേണ്ട സമയത്ത് നമുക്ക് ജോബ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയോട് നമ്മളെ അറിയാവുന്ന ഒരു വ്യക്തി വന്നിട്ട് ജോലി ശരിയായില്ലേ, അവരിവിടെ വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഒരു അഹങ്കാരം വെച്ചുകൊണ്ടാണോ, അതോ അവർക്ക് ഇവിടെ ഈസി ആയിട്ട് കിട്ടി, അവരൊരു ഫസ്റ്റ് ഇന്റർവ്യൂ അടിച്ചപ്പോൾ തന്നെ അവർക്ക് ജോലി കിട്ടി എന്നതുകൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല, ജോലി ശരിയായില്ലേ, അതെന്താ ഹസ്ബൻഡ് വിസ ഉള്ളവർക്ക് ഈസിയായി ഇവിടെ ജോലി കിട്ടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ എനിക്ക് ഹസ്ബൻഡ് വിസ ഉണ്ട് എന്നുള്ള ഇതിൽ BEd എടുത്ത് എനിക്കൊരു ഡോക്ടർ ആയിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ടീച്ചർ ആയിട്ട് പോലും എനിക്ക് കിട്ടത്തില്ല. ഞാൻ ഏതെങ്കിലും ഇന്റർവ്യൂ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്നോട് ആദ്യമേ ഹസ്ബൻഡ് വിസ ആണോ ഇനി പോരെ, ക്ലാസ് പോലും എടുക്കണ്ട എന്നൊന്നും എന്നോട് ആരും പറയാൻ പോകുന്നില്ല. സോ ഇവിടെ ഇരിക്കുന്ന അവർ ഹസ്ബൻഡ് വിസയിലൊന്നും വന്ന വ്യക്തിയൊന്നുമല്ല. അവർക്ക് ചിലപ്പോൾ നല്ല സമയമായിരുന്നിരിക്കാം, ചിലപ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാം, അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടി. അവരുടെ ജോബ് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചപ്പോൾ ആൾ ഇവിടെ സ്കൂളിലാണ്, ടീച്ചർ അല്ല, പക്ഷേ ആ ഫ്ലോറിലെ ജോലിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അവിടുത്തെ എല്ലാ ഫ്ലോറിലും മാനേജ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഓഫീസിലതും മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഓക്കെ, വാട്ടവർ. അപ്പോൾ ആൾ ഇവിടെ സേഫ് ആണ്, നല്ല സാലറി ഉണ്ട്, എല്ലാം ഓക്കെയാണ്. എന്ന് വെച്ച് നാട്ടിൽ നിന്ന് 3-4 മാസമായി വന്നിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടാതിരിക്കുമ്പോൾ അവരെ അങ്ങോട്ട് ഇൻസൾട്ടഡ് ആകുന്ന രീതിയിൽ പറയുകയോ അല്ലെങ്കിൽ പിന്നീട് ഇച്ചിരി കഴിയുമ്പോൾ ജോലി കിട്ടാത്തതിൽ വിഷമോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് ജോലി കിട്ടാത്തത് ഏതൊരു വ്യക്തിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ അത് മറ്റൊരാളുടെ ഫീലിങ്സിനെ അങ്ങോട്ട് വെച്ചിട്ട് അതിലങ്ങ് ആനന്ദം കണ്ടെത്തുന്നത് എന്തിനാണ് എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടും ഇവരിപ്പോഴും ആ ഒരു മറ്റൊരാളെ, ജോലി ഇല്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഹേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പെരുമാറുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. ആൾക്ക് എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സോ നാട്ടിൽ എത്ര രൂപ സാലറി ഉണ്ടായിരുന്നു, ആ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടി, ഇവിടെ ചെയ്തപ്പോൾ എത്ര കിട്ടി, ഇതൊക്കെ എന്തിനാണ് അറിയുന്നത്? ഇതൊക്കെ കൊണ്ട് അവർക്ക് എന്ത് ഉപയോഗമാണുള്ളത്? ഈ ജോലി കിട്ടി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാണ്ട്, ജോലി അന്വേഷിച്ച് നടക്കുന്ന, ജോലി എന്ന് കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ദയവ് ചെയ്ത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പോകരുത്. കാരണം അവരുടെ മാനസികാവസ്ഥ, അവർ പൊക്കോണ്ടിരിക്കുന്ന രീതികൾ ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അത് ഒരു എന്താ പറയുന്നത്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായാലും ജോലി ചെയ്യാതിരുന്ന വ്യക്തിയാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ആർക്കാണെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരോട് പോയി ജോലി കിട്ടിയില്ലേ, അല്ലെങ്കിൽ അങ്ങ് ജോലി കിട്ടാത്തതിൽ വിഷമമുണ്ടോ, എന്താ കിട്ടാതെ, അതിന്റെ റീസൺ എന്താ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാതിരിക്കുന്ന, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കുറെ കൂടെ അങ്ങോട്ടേക്ക് അവരുടെ കോൺഫിഡൻസ് കുറച്ച് അവരെ മാനസികമായി തളർത്തുകയേ ഉള്ളൂ. സോ ദയവ് ചെയ്ത് ഇതുപോലെ ഇരിക്കുന്ന അമ്മച്ചിമാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വായൊന്ന് അടച്ചിട്ടിരിക്കാവോ. വരുന്നവർ, നമ്മളത് നാട് വിട്ട് വരുന്നവർ ദയവ് ചെയ്ത് ജോലി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. നിങ്ങളൊക്കെ അവർക്ക് പോസിറ്റീവായിട്ട് ഒന്നും കൊടുക്കണ്ട, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ദയവ് ചെയ്ത് ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും വിഷമത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. മനസ്സിലായോ? പിന്നെ ശരിക്കും എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഒരു നാഗചേച്ചി ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ നാഗചേച്ചിയുടെ കട്ട ഫാനാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഇനി ഇതുപോലെയുള്ള സംസാരങ്ങളോ രീതികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ റിയൽ നാഗചേച്ചിയെ പോലെ ആകും. എൻ്റെ വായി ഇരിക്കുന്നത് നല്ലത് കേൾക്കും. ഓക്കെ, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. പെട്ടെന്ന് എല്ലാവർക്കും ജോലി കിട്ടട്ടെ, ഒപ്പം എനിക്കും.